പ്രശസ്ത എഴുത്തുകാരനും വിമർശകനുമായിരുന്ന പ്രൊഫസർ MK സാനുവിന്റെ 1ാം ചരമവാർഷികമാണിന്ന്. വീട്ടിൽ മക്കൾ 3 പേരും ചേർന്ന വിളക്ക് കൊളുത്തി പ്രാർത്ഥന നടത്തി. സാനുമാഷിന്റെ എറണാകുളം കാരക്കാമുറിയിലെ വീട് ഒരു മ്യൂസിയം പോലെ സംരക്ഷിക്കുകയാണ് മക്കൾ. MK സാനുവിന്റെ മക്കളായ രേഖ, ഗീത, ഹാരിസ് എന്നിവർ ചേർന്ന എറണാകുളത്തെ വീടായ സന്ധ്യയിൽ വിളക്ക് തെളിയിച്ചു. അച്ഛൻ പോയതിന് ശേഷം അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരു ബുക്ക് എഴുതണം എന്നുള്ളത്. അമ്മ അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചപ്പോൾ ഓപ്പൺ ഡോർ മീഡിയ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ അങ്ങേരുമായി ചേർന്ന് അങ്ങേരും ഞങ്ങളോട് പ്രോത്സാഹിപ്പിച്ചു, നിങ്ങൾ എടുത്ത് എഴുതണം. എങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 23 ലേഖനങ്ങളുടെ സമാഹാരം അധികം വൈകാതെ പുറത്തിറക്കാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അധികം മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വരാത്ത വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാവർക്കും വായിക്കാവുന്ന വിധത്തിലുള്ള ഒരു 23 ലേഖനങ്ങളാണ് നമ്മളതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സാനുമാഷ് ഉപയോഗിച്ചിരുന്ന മുറിയും അവസാനം ധരിച്ചിരുന്ന വസ്ത്രങ്ങളുമെല്ലാം അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പുസ്തകങ്ങളും പുരസ്കാരങ്ങളും കട്ടിക്കണ്ണടയുമെല്ലാം അതുപോലെ തന്നെ. അച്ഛൻ ഇല്ലെങ്കിലും അച്ഛനുള്ളതുപോലെയാണ് ഈ വീട്ടിൽ ഇപ്പോഴും ഞങ്ങൾ കഴിയുന്നത്. അച്ഛൻ്റെ ഓർമ്മകളും അച്ഛൻ്റെ ആ സ്മരണകളും നിലനിർത്തിക്കൊണ്ട് ആ വീടെല്ലാം അതേപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഏത് സമയം വേണമെങ്കിലും ഇവിടെ വരാം, നമുക്ക് കാര്യങ്ങളെല്ലാം നടത്താം. ആലുവ തോട്ടുമുഖം ശ്രീനാരായണഗിരി സേവികാ സമാജത്തിലെ അന്തേവാസികളായ കുട്ടികൾക്കൊപ്പമായിരുന്നു പിന്നീടുള്ള അനുസ്മരണ പരിപാടികൾ. സാനുമാഷ് ജീവിച്ചിരുന്നപ്പോൾ സന്ധ്യയിലേക്ക് ആർക്കും എപ്പോഴും കടന്നുവരാമായിരുന്നു. വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം മക്കൾ ഈ വീട് പ്രിയപ്പെട്ടവർക്കായി തുറന്നിടും. സാനുമാഷ് ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവർക്കായി സന്ധ്യയുടെ വാതിൽ എന്നും ഇവിടെ തുറന്നു കിടപ്പുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.